പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കി. കെപിസിസി അംഗം ബാലകൃഷ്ണൻ പെരിയ അടക്കം 4 പേർക്കെതിരെയാണ് നടപടി. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ യുദ്ധം ആരംഭിക്കുകയാണെന്ന് ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് അച്ചടക്ക നടപടി. പ്രമോദ് പെരിയയെ നേരത്തെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് DCC പ്രസിഡന്റ് പുറത്താക്കിയിരുന്നു. നടപടി ഏകപക്ഷീയമാണെന്നും കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഇവിടുത്തെ DCC പ്രസിഡന്റിനെ ഭയപ്പെടുത്തി കൂടെ നിർത്തി എത്രയോ ദിവസമായി തിരുവനന്തപുരത്ത് തമ്പടിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേർക്കെതിരെയും നടപടിയെടുത്തത്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയോടൊപ്പം സൽക്കാരത്തിൽ പങ്കെടുത്തു. സൽക്കാരത്തിന് പ്രതിക്ക് സൗകര്യമൊരുക്കി കൊടുത്തു. പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി തുടങ്ങിയവയാണ് പുറത്താക്കിയതിന് കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത്. നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ളവർക്ക് പിന്തുണ അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പെരിയയിൽ പ്രകടനം നടത്തി. മീഡിയ 1 കാസർഗോഡ്.